അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രി അതാ ജസീറിന് ഉറക്കമേ വരുന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. എന്നാൽ നൂർജഹാൻ ചോദിച്ചു, എന്തു പറ്റിയേക്ക? എന്തിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ആ ബാൽക്കണിയിൽ നിന്ന് പോയിരിക്കട്ടെ. ഓ, അങ്ങനെയാണോ? ആയിക്കോട്ടെ. അങ്ങനെയതാ അവൻ എഴുന്നേറ്റു. അവൻ്റെ ഫോണുമായി നേരെ ബാൽക്കണിയിലേക്ക്. എന്നാൽ ഈ സമയം അതാ അവൻ മെസ്സേജ് അയക്കുന്നു ഹിജാബിക്ക്. ഹലോ ഹിജാബി, എനിക്ക് ഉറക്കം വരുന്നില്ല പൊന്നെ. ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ നീ? എന്നാൽ അതാ ആ നിമിഷം തന്നെ നൂർജഹാൻ ഫോൺ എടുത്തു. പെട്ടെന്ന് അതാ നെറ്റ് ഓൺ ചെയ്തു. ആ നിമിഷം അതാ 2-3 മെസ്സേജുകൾ വന്ന് കിടക്കുന്നു. അവൾ അറിയാത്ത രീതിയിൽ, ഇക്ക, ഞാനങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളുടെ കൂടെ വീട്ടിലാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഭാര്യയോ ഉമ്മയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടൊക്കെ ഞാൻ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയതാണ്. അല്ലിക്ക, എന്തൊക്കെ എടുക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ലടി. എനിക്ക് കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിൻ്റെ മനോഹരമായ മിഴികളാണ് എൻ്റെ മനസ്സിലാകെ. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല നീയില്ലാതെ. ഞാൻ അങ്ങോട്ട് വരട്ടെ? പെട്ടെന്ന് അതാ അവൾ പറയുന്നു, അല്ലോ ബാപ്പ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പഠിച്ചോനെ, ഹറാമാണ് കേട്ടോ അതൊക്കെ. നമുക്ക് ഹറാമൊന്നും പറ്റൂല കേട്ടോ. ഹറാമായ സംഗതികളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ എൻ്റെ അമ്മോ, എൻ്റെ ബാപ്പ എന്നെ തല്ലി കൊല്ലും. അതുമാത്രമല്ല, അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ജസീറിനറിയില്ലേ? എനിക്ക് അറിയാം, പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ര ഉൾക്കൊണ്ടിട്ടില്ല. ജസീർ ചെയ്തു കൂട്ടിയ തെറ്റുകളും കാര്യങ്ങളും അതൊക്കെ അവൻ മറച്ചു വെച്ചു. അതെ, ഹിജാബിയോട് എനിക്ക് പറയാം, ഇടിവെണ്ണെ, ഞാൻ എത്രയോ പെണ്ണുങ്ങളെടുത്ത് പോയതാണ്. എനിക്ക് നോ പ്രോബ്ലം, ആര് വേണമെങ്കിലും എനിക്ക് കിട്ടും. അതിനു വേണ്ടി കുറച്ച് ക്യാഷ് നിറഞ്ഞാലേ എല്ലാവരും എൻ്റെ കാൽ കീഴിലേക്ക് വരും. എല്ലാവരും പണത്തിന് വേണ്ടിയൊക്കെ തന്നെയല്ലേ എന്ന് പറയണമെന്ന് തോന്നി. പിന്നീട് അവനക്ക് തോന്നി, വേണ്ട ഹിജാബി, ഇതെങ്ങനെ അറിഞ്ഞാൽ അവൾ തെറ്റിപ്പോകും. ഒരു പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയ മുത്താണ് അവളെങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? തൽക്കാലം ഒന്നും പറയണ്ട. എന്നാൽ ഈ സമയം അതാ അവൻ വീണ്ടും മെസ്സേജ് അയക്കുന്നു. ഹിജാബി, സത്യം പറയാലോ, എനിക്ക് നീളത് കഴിയില്ല കേട്ടോ. അതെന്താ അങ്ങനെ പറയുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് ഭാര്യയുണ്ടെന്നൊക്കെ. എന്നിട്ടെന്താ അങ്ങനെ? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നിന്നോളം വരില്ല ഒന്നും. ഭാര്യയുണ്ട്, അവൾ അവളുടേതായ കാര്യങ്ങൾ, തിരക്ക്, ബിസിനസ് അങ്ങനെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും. ഞാൻ പിന്നെ അതിനെതിരൊന്നും പ്രവർത്തിക്കാറില്ല. അവളുടെ ഇഷ്ടത്തോടെ എൻജോയ്മെൻറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം അവളൊരു തെറ്റും ചെയ്യില്ല, എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ എന്തൊക്കെ തന്നെയല്ലോ ഭാഗ്യം തന്നെയല്ലേ. ഇത്രയ്ക്കും വിശ്വസ്തയായൊരു ഭാര്യ ഉണ്ടായിട്ടും പിന്നെ എന്നോട് എന്തിനെങ്ങനെ ചാറ്റാനൊക്കെ വരുന്നത്? ഹിജാബി, അത് നീ പറയരുത്. എനിക്ക് ഭാര്യയുണ്ട്, ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ അവളുടെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മാത്രമല്ല അവൾ എനിക്ക്. എൻ്റെ പെങ്ങളാണ്, എല്ലാമാണ്. പക്ഷേ ഹിജാബിയോട് എനിക്ക് ആരോടും തോന്നാത്ത എന്തോരം ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പാതിരാത്രിയിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നാലേ എനിക്ക് നിസ്കരിക്കാനുള്ള സമയമൊക്കെ തെറ്റിപ്പോകും. പിന്നെ എൻ്റെ ഇക്ക എപ്പോഴാണ് നിസ്കരിക്കാറുള്ളത്? തഹജ്ജുദ് പതിവുണ്ടോ? ഒരു നിമിഷം അവളുടെ വാക്കുകൾ കേട്ട് ജസീർ ഒന്ന് ഞെട്ടി. തഹജ്ജുദ്? എന്തൊക്കെ പെണ്ണ് നീ പറയുന്നത്? അതെന്താ? ഞാൻ പെണ്ണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ 8-9 മണിയാവും. എന്നിട്ടാണ് ബാക്കി. ഒരുപാട് ലേറ്റായിട്ട് കിടക്കും ഇതുപോലെയൊക്കെ. പഠിച്ചോനെ, എന്താ അങ്ങനെയൊക്കെ? ഞാൻ ഇങ്ങനെയുള്ളൊരാളാണോ സ്നേഹിച്ചത്? പഠിച്ചോനെ, വല്ലാത്തൊരു പുതുമട്ടോ. ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ? ഞാനിങ്ങനെയല്ലായിരുന്നു വിചാരിച്ചത്. എന്താ ഹിജാബി, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയൂ. നിനക്ക് വേണ്ടി എന്ത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാണ്. ആണോ? ഉറപ്പാണോ? സത്യമായിട്ടും? എന്നാൽ അതെ പെണ്ണെ, സത്യമായിട്ടും
നീ ഇല്ലാതൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല പെണ്ണെ. എന്തായാലും ഞാൻ നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. എന്ത് വേണ്ടത്? ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാൻ കേട്ടോ. എന്തായാലും എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. മനസ്സിലായല്ലോ? എന്താ നീ പറ. അതെ, നാളെ പള്ളിയിൽ നിന്ന് സുബഹിൻ്റെ മനോഹരമായ ബാങ്കുലി കേൾക്കുന്ന സമയത്ത് ഞാൻ നിന്നെ ഒന്ന് മിസ്സടിക്കും. ഓക്കെ? കാരണം നീ ഒരു പക്ഷേ എ സിയുടെ തണുപ്പുള്ള റൂമിൽ വാതിലെല്ലാം അടച്ചുവിട്ട് കിടക്കുമ്പോൾ നിനക്കൊരിക്കൽ പോലും പുറത്തത്തെ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നുണ്ടായിരിക്കില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല, ബാങ്ക് കേൾക്കും. എന്നാൽ ഞാൻ അറിയാതെ ഒന്ന് മിസ്സടിച്ചാലോ? അത് പ്രശ്നമാവോ? അതൊരു പക്ഷേ എന്നാ നോ പ്രോബ്ലം. നീ എണീറ്റ് ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയൊരു മിസ്ഡ് കോൾ. എങ്ങനെ വൈഫ് എങ്ങനെ അവൾ നേരത്തെ തന്നെ എഴുന്നേൽക്കും. അവൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെ അവളെ കാണൂല. അങ്ങനെ എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. എണീറ്റ് ഉടനെ എനിക്ക് മെസ്സേജ് അയക്കണം. അഥവാ സിറ്റുവേഷൻ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം പിന്നീട്. എന്തേ, പറ്റൂലേ? എനിക്ക് അയക്കുക, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും. ഓക്കെ? എൻ്റെ ഹിജാബി, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, എന്തിനാണ് ആ സമയത്തൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത്? വെറുതെ നമ്മൾ ഉറക്കം വെറുതെ കേടുവരുത്തണോ? എൻ്റെ പൊന്നു, എൻ്റെ സാറേ, ഞാൻ സാറേന്ന് വിളിക്കണോ? എന്ത് വേണമെങ്കിലും വിളിച്ചോ. അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാളെ ആ സമയത്ത്, ഞാൻ വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട ആ സമയത്ത് എനിക്കൊരു മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. ആ കൂട്ടത്തിലായിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം. നമസ്കരിക്കേ? നീ എന്തൊക്കെയാണ് പെണ്ണി പറയുന്നത്? അതെ, അറിയില്ലേ നമസ്കാരം? അറിയാഞ്ഞിട്ടല്ല, ജീവിതത്തിലാകെ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ടേ ഉള്ളൂ. അതും മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാർ അടിച്ച് പഠിപ്പിച്ചതുകൊണ്ട് അതങ്ങനെ കുറച്ച് പഠിച്ചു എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ നമസ്കാരമൊന്നും ഞാൻ നിർവഹിക്കാറില്ല എൻ്റെ പെണ്ണെ. എൻ്റെ ജീവിതം ഇതൊക്കെ തന്നെയല്ലേ. എന്നാൽ പിന്നെ എല്ലാ സൗകര്യങ്ങളും സുഖമുണ്ട്. എന്നാലും ഞാൻ നന്ദി വാചകമായിട്ട് 2 റക്അത്ത് സുബഹി നമസ്കരിക്കാൻ ഒഴിവില്ല എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. എന്തൊക്കെ തന്നെയാലും ഒരു കാര്യം ഞാൻ പറയാം. എന്താ? എൻ്റെ ഹിജാബിക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതെ, ഒന്നും ചെയ്യണ്ട. എനിക്ക് ഈ 2 റക്അത്ത് നമസ്കാരം മാത്രം മതി. നിസ്കരിക്കാൻ അറിയില്ലേ? പഠിച്ചോനെ, അറിയാം. പക്ഷേ അതെ, നിസ്കരിക്കുന്ന രൂപം കാര്യങ്ങളും ഒക്കെ അറിയുന്നതല്ലേ. അതൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ ഉസ്താദ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊന്നും നല്ല വിഷയം. പക്ഷെ അതിനങ്ങോട്ട് തോന്നൂല. അതാണ് സംഭവം. നിസ്കാരം എന്ന് വെച്ചാൽ അത്ര വലിയ സംഭവമൊക്കെ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. അതാണ്. അപ്പോഴേ എന്നാൽ ശരി കേട്ടോ. എന്നെ ബാപ്പ ചീത്ത പറയും. ഹിജാബി, നീ എന്ത് പിണങ്ങി പോകുന്നത്? അതായത് എൻ്റെ ജീവിതത്തിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് ഞാൻ നീ എങ്ങോട്ട് പോകുന്നത്? പോകല്ലേ. ഒന്നുമില്ല, എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിസ്കരിക്കാത്ത ഒരാളെ ഞാൻ സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞാലേ അതൊരു മോശമല്ലേ? പ്രത്യേകിച്ച് ഹിജാബൊക്കെ ധരിച്ച് നടക്കുന്ന പെണ്ണല്ലേ ഞാൻ. അപ്പം ഞാൻ സ്നേഹിക്കുന്ന ആൾ നിസ്കരിക്കാത്ത ആളെന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഉണ്ടാവില്ലൊരു മോശം. സത്യം പറ പ്ലീസ്. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് സഫലീകൃതമാക്കി തരുമോ? എന്ത് പെണ്ണേ? ഒന്നുമല്ല. അതെ, നിങ്ങൾ നിസ്കരിക്കുന്നത് എനിക്ക് കാണണം. എനിക്ക് നിങ്ങളൊരു ഫോട്ടോ വിടണം നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട്. എനിക്ക് കണ്ടൊന്ന് ആസ്വദിക്കാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും എനിക്കൊന്ന് കാണുവാൻ വേണ്ടിയിട്ടെങ്കിലും നാളെ സുബഹിക്ക് നിസ്കരിച്ച് 2 റക്അത്ത് ആ സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് വിട്ടു തരണം. എനിക്ക് അത്രക്കും സന്തോഷത്തോടു കൂടെ അത് ആശ്രയിക്കാനാണ്. എന്തു പറ്റി? പറ്റില്ലേ? അത് പറ്റാഞ്ഞിട്ടല്ല. എനിക്ക് അത് നിസ്കരിക്കാന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വല്ലാതെ നോക്കിയിട്ടില്ല. എനിക്ക് കറക്റ്റ് അതെന്താ ഫാത്തിഹ ഓതാൻ അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ
ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു വോയിസ് എന്തെങ്കിലും വിടാം, അതിനനുസരിച്ച് ചെയ്താൽ മതി. അതൊക്കെ എനിക്കറിയാം പെണ്ണേ. പക്ഷെ ഞാൻ തീരെ അത് യൂസ് ചെയ്യായിട്ടേ, അതാണൊരു മറവ് പോലെയൊക്കെ. ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ ഒന്ന് നോക്കട്ടെ. അത് പിന്നെ എനിക്ക് ഉറപ്പുണ്ട്, നാളെ എന്തായാലും സുബഹിക്ക് 2 റക്അത്ത് നമസ്കരിച്ച് എനിക്ക് വിട്ടു തരണമെന്ന് എനിക്ക് എൻ്റെ വാശിയാണ്. അല്ലെങ്കിൽ ഞാൻ മിണ്ടൂലട്ടോ. ഞാൻ നിങ്ങളെ വിട്ടു പോകും. ഒരിക്കൽ പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല. എന്നാൽ ജസീറിന് ഒരു വാശി. അതെ, ഉറപ്പായിട്ടും അവൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കണമെന്നുള്ളത്. അപ്പോഴേക്കും സുബഹി നമസ്കാരത്തെക്കുറിച്ചൊക്കെ ഓരോ വീഡിയോസ് അവൻ കണ്ടു. എന്നാൽ അപ്പോഴേക്കും അവളത് ചൊല്ലുവാനുള്ളതെല്ലാം വിട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു വോയിസും. ശരിക്കും അവൾ പറഞ്ഞത് വളരെയധികം സിമ്പിളായിട്ടായിരുന്നു. അതിനനുസരിച്ച് ഇതെല്ലാം എനിക്കറിയാമല്ലോ, ഫാത്തിഹ എനിക്കറിയാം, ചെറിയ സൂറത്തും അറിയാം, അതല്ലേ ഉള്ളൂ, അതല്ലാതെ വിഷയങ്ങളൊന്നുമില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും അവൾ പറഞ്ഞത് ആ ഒരു വോയിസിനനുസരിച്ച് അവന് തോന്നി. അവസാനമായി അവൾ പറഞ്ഞു, അതെ, ഇത് പ്രാവർത്തികമാക്കണം. എന്നു മുതൽ അത് നാളെ പുലർച്ചെ മുതൽ സുബഹ്, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ശരിക്കും ജസീറിൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ കടന്നു വന്നിരിക്കുന്നു. എന്നാൽ അറിയാത്ത രീതിയിൽ നൂർജഹാൻ അവിടെ കിടക്കുകയാണ്. വേഗം ഫോൺ ഓഫ് ചെയ്തു വെച്ചു, അറിയാത്ത രീതിയിൽ. എന്നാൽ അവൻ ബാൽക്കണിയിൽ നിന്നകത്തേക്ക് വന്നു. ഒരു നിമിഷം അവൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുന്നു. ജീവിതത്തിൽ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. മദ്രസയിൽ പോകുമ്പോൾ മാത്രം നിസ്കരിച്ചതാണ്, ബാക്കിയൊന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഉമ്മയാണെങ്കിൽ നിർബന്ധിപ്പിച്ചിട്ടുമില്ല. എങ്ങനെയായിരുന്നു ജീവിതം, അടിപൊളി ജീവിതം, വേറൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു പെണ്ണ് പറഞ്ഞപ്പോഴേക്കും ഞാൻ നിസ്കരിക്കാൻ ഒരുങ്ങാന്ന് വെച്ചാൽ അതും എന്തോ അത്ഭുതം തന്നെയാണല്ലോ. ജീവിതത്തിൽ ഇതുവരെ മുസല ഞാൻ കണ്ടിട്ട് പോലുമില്ല. എനിക്കതിന് താല്പര്യമില്ല. ഉള്ള സമയം ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ കൂടെ ജീവിച്ച് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പല സ്ത്രീകളിലൂടെ നിറവേറ്റി അങ്ങനെ അങ്ങ് ആയി തീർന്നു. പിന്നെ വിവാഹം കഴിച്ചാൽ തന്നെ ഭാര്യമാരോട് സ്നേഹം കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിത്തീർന്നു എൻ്റെത്. എന്ത് ചെയ്യാൻ? പിന്നീട് എനിക്ക് തോന്നി, ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്തൊക്കെ തന്നെ ചെയ്താലും എനിക്ക് ഏതൊരു പെണ്ണിനെയും കിട്ടും. അത് മാത്രമല്ല, എനിക്ക് എല്ലായിടത്തും സപ്പോർട്ടാണ് എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെയൊക്കെ ആയിത്തീർന്നു ജീവിതം. പക്ഷേ ജീവിതത്തിൽ ഒരു പെണ്ണിനോട് നിസ്കരിക്കാൻ പറയുന്നു. ആദ്യമായിട്ട് ശരിക്കും ജസീറിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. അല്ലെങ്കിൽ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് അവൾ? ഒരു പക്ഷേ വേറെ വല്ല അതൊന്നും ആവില്ല. 2 റക്അത്ത് നമസ്കരിച്ചിരിക്കുന്ന ഫോട്ടോ വിടണം എന്നാണ് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ തന്നെയാലും ഫാത്തിഹയും സൂറത്തും നെയ്യത്തും കാര്യങ്ങളും എല്ലാം അവൾ എഴുതി പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല. അവൻ ബെഡ്റൂമിൽ നിന്ന് അതിനെക്കുറിച്ച് ഓർത്തു. എന്നാൽ നൂർജഹാൻ ഒന്നും അറിയാത്തതുപോലെ അവൾ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇക്ക എവിടെയായിരുന്നു അറിയാത്ത രീതിയിൽ ചോദിച്ചു. ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതായത് സൂമിലായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാതെ ജോയിൻ ആകാൻ പറ്റില്ല, റേഞ്ച് പ്രോബ്ലം കൊണ്ട്. അപ്പോൾ ഞാനിങ്ങ് അങ്ങനെ. ഇക്കൊക്കെ നല്ല ക്ഷീണമുണ്ടാവും, കിടന്നോളി. ഇവിടെ സ്നേഹത്തോടെ നൂർജഹാൻ അയാളോട് കിടക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആ രാത്രി മുഴുവനും അവൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയായിരുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് എനിക്ക് സുബഹിക്ക് ഉണരണം, എന്നിട്ട് നിസ്കരിക്കണം, അവൾക്ക് ഫോട്ടോ വിടണം എന്നുള്ള ചിന്തയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അങ്ങനെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റണം, എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ വിട്ട് കൊടുക്കണം തെളിവിന്. അതവൾ നിർബന്ധം പറഞ്ഞതാണ്, അല്ലെങ്കിൽ അവൾക്ക് കൂട്ടുകൂടാൻ പാടില്ലത്രേ. എന്തായാലും എൻ്റെ ഹിജാബി, നിനക്ക് വേണ്ടി ഞാൻ സുബഹ് നമസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ നിമിഷം തന്നെ അവൻ ഫോണിൽ അലാറം വെക്കുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് നൂർജഹാൻ മനസ്സിൽ സന്തോഷിച്ചു. ശരിക്കും ഹിജാബിയുടെ ആ ഒരു വലയിൽ അവൻ വീണുപോയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും ഇനി ഇത് എവിടം വരെ എത്തിക്കണം അതും എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ നൂർജഹാൻ്റെ മനസ്സ് സന്തോഷിച്ചു. എന്നാൽ
അതാ ജസീറിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം, സുബഹിക്ക് ഉണരണം, 2 റക്അത്ത് സുബഹി നമസ്കാരം നിർവഹിക്കണം, അതിനുശേഷം പുറത്തേക്ക് പോയാൽ മതി എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ആ രാത്രിയിൽ അവൻ അതാ അവളുടെ മുഖമോർത്തുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.